ഒരു കഥ പറയട്ടെ. ഒരു കാട്ടിലൂടെ ഒരു മാൻ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ആ മാൻ്റെ അപ്പുറവും ഇപ്പുറവും സിംഹങ്ങളെയും കാണാം. അപ്പോൾ ഈ സിംഹങ്ങൾ രണ്ടുപേരും മാനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുക. അപ്പം ഇത് കണ്ടിട്ട് ആന വരുമ്പോഴത്തേക്കും ആനയ്ക്ക് ഭയങ്കര അതിശയമായി. അപ്പം ആന മാനോട് ചോദിക്കുകയാണ്, മാനെ, നിനക്ക് ഇങ്ങനെ നിന്റെ അപ്പുറവും ഇപ്പുറവും സിംഹം നടക്കുന്ന കണ്ടിട്ട് നിനക്ക് പേടിയായില്ലേ എന്ന് ചോദിച്ചു. അപ്പം മാൻ പറഞ്ഞു, അവരുടെ അമ്മ മരിച്ചു പോയപ്പം അവർ കുഞ്ഞായിരുന്നു. അപ്പം അന്ന് തൊട്ട് ഞാനാണ് അവരെ നോക്കിയത്. ആ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വലുതായേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു അമ്മേനെയും ഒരു കുഞ്ഞും ഉപദ്രവിക്കില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഈ ഒരു തത്ത അതിലേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തത്ത ഈ കാര്യം കേട്ടപ്പോഴത്തേക്കും തത്തയ്ക്ക് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് തോന്നി. അപ്പോൾ അത്രയും നല്ല കാര്യമാണല്ലോ നമ്മുടെ മാൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാനും ഈ കഥ കേട്ട് ഇൻസ്പയർ ആയിട്ട് ഞാനും ഇതേപോലെ ആരെങ്കിലും സഹായിച്ചിട്ട് ഭയങ്കര നല്ല വലിയ ആൾ കണക്ക് നടക്കണം എന്നും പറഞ്ഞിട്ട് തത്ത ആരെങ്കിലും സഹായിക്കാമെന്നും പറഞ്ഞ് നോക്കി നടക്കുക. അപ്പം അങ്ങനെ നോക്കി നടന്നപ്പോഴത്തേക്കും തത്ത കാണുന്നു ഒരു പാമ്പിനെ മുള്ളു കുത്തി കൊണ്ട് കയറിയിരിക്കുക. അവിടെ പാമ്പ് വേദന കൊണ്ട് കിടന്ന് പൊളയുന്നു. ഇത് കണ്ടിട്ട് തത്ത ഓടിപ്പോയിട്ട് ഈ പാമ്പിനെ രക്ഷിക്കുക. രക്ഷിക്കുമ്പോഴത്തേക്കും പാമ്പിന്റെ മേത്തുനിന്ന് മുള്ളെടുത്ത് അതിന്റെ വേദന മാറിയതും പാമ്പ് ഉടനെ തത്തേനെ ഉപദ്രവിച്ച് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് തത്ത ഓടിപ്പോവാണ്. ഓടിപ്പോകുമ്പോഴത്തേക്കും തത്തേനെ വഴിയിൽ വെച്ച് നമ്മുടെ ആന കാണും. അപ്പം ആന ചോദിക്കും, എന്തു പറ്റി നിനക്ക്, നിന്റെ ശരീരം മൊത്തം മുറിവേറ്റിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം തത്ത പറയാണ്, ഞാൻ നീയും മാനും തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. അപ്പം അത് കേട്ടിട്ട് ആ കഥയല്ല, ആ ഒരു മാന് ചെയ്ത പ്രവൃത്തിനെ കേട്ട് എനിക്ക് ഇൻസ്പയർ ആയിട്ട് ഞാനും വിചാരിച്ചു ആരെങ്കിലും ഒന്ന് സഹായിക്കണം എന്ന്. അങ്ങനെ പോയിട്ട് ഞാൻ ഒരു പാമ്പിനെ സഹായിച്ചതാണ്. അപ്പോൾ പക്ഷെ പാമ്പ് എന്നെ ഉപദ്രവിച്ചു, അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു. അപ്പം ആന പറഞ്ഞു, നമ്മൾ സഹായിക്കുന്നത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ളവരെ വേണം നമ്മൾ സഹായിക്കാൻ. അല്ലാതെ ഈ വിഷമായിട്ട് ഉള്ളവരുടെ നമ്മൾ പോയി സഹായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ സഹായം മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം, മോറൽ ലെസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു മനുഷ്യനെ നമ്മൾ സഹായിക്കാൻ ചെന്നാൽ പോലും അവർക്ക് നമ്മുടെ കരുണ മനസ്സിലാവണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിലായിരിക്കും അവരോട് പെരുമാറുന്നത്, പക്ഷെ അവരുടെ മനസ്സ് മുഴുവൻ വിഷമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ രക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ സഹായിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പകരം നമ്മുടെ ആവശ്യം, അതായത് നമ്മുടെ സഹായം ആവശ്യമുള്ളവർ ഉണ്ടാവും ഒരുപാട് പേര്. അവർക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർക്ക് നമ്മളോട് തിരിച്ച് നമ്മളോട് കരുണ ഉണ്ടാവും അല്ലെങ്കിൽ സ്നേഹം ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യും, നമുക്ക് നല്ലത് വരട്ടെ.